നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളിലേക്ക് അടുത്ത് വരുന്നില്ല എങ്കിൽ, കൂടുതൽ കൂടുതൽ അകന്നു പോവുകയാണ് എന്ന് ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ആ കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താലേ നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. കാരണം മറ്റു പല കാര്യം ഞാൻ വീഡിയോയിൽ പറയാറുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. എന്നിട്ട് എന്താണ് ആ കാര്യം എന്ന് മനസ്സിലാക്കി കൃത്യമായി അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, പല കാര്യങ്ങളും ചെയ്തു നോക്കി, ഒന്നിനും ഒരു മാറ്റമില്ല. കൂടുതൽ കൂടുതൽ അകലുക എന്നല്ലാതെ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണോ? അതല്ലെങ്കിൽ കുറച്ച് നാളൊരു മാറ്റം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആവും. അങ്ങനെ നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിലാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. മാനസികമായിട്ട് നല്ല സ്നേഹത്തിലുണ്ടായിരുന്ന ആളുകൾ അകന്നു പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഏത് നിമിഷവും അവരെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും. നമ്മൾ ചെയ്യുന്ന ജോലിയിലോ മറ്റുള്ള കാര്യത്തിലോ കുടുംബത്തോ ഒരു കാര്യത്തിലും സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും, ഉറക്കത്തിൽ നിന്ന് ഏത് നിമിഷം ഉണർന്നാൽ പോലും ഈ ചിന്തയായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതം ഓരോ ദിവസം കഴിയും തോറും നാശത്തിലേക്ക് അതല്ലെങ്കിൽ താഴ്ന്നു പോവുകയാണ് ചെയ്യുക. ഒരിക്കലും ഉയർന്നു വരില്ല. ഉയർന്നു വരണമെങ്കിൽ നമ്മളുടെ മനസ്സിൽ കിടന്ന് അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ, ഏത് വ്യക്തിയെക്കുറിച്ചാണോ, ആ വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ആ കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നിന്നാൽ മാത്രമേ നമുക്ക് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള മറ്റു കാര്യങ്ങൾ എന്തായാലും പെട്ടെന്ന് നമുക്ക് നടക്കും. കാരണം മനസ്സ് നല്ല സന്തോഷത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനും പറ്റും. അതില്ലാത്ത സമയത്ത് എല്ലാറ്റിലും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ആയിരിക്കും. ഇപ്പോൾ വീട്ടിൽ തന്നെ ആണെങ്കിലും മറ്റുള്ളവരോടും കൂട്ടുകാരോടും മറ്റുള്ളവരൊക്കെ നമ്മൾ ദേഷ്യപ്പെടാൻ തുടങ്ങും അറിയാതെ. അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ പറ്റാത്ത ഒരിത് വരും. എപ്പോഴും മൗനമായി നിൽക്കുന്ന അവസ്ഥ വരും. നമുക്ക് മനസ്സ് തുറന്ന് ആരോടൊന്നും സംസാരിക്കാൻ പറ്റാതെ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ കിടന്ന് അലട്ടുന്ന ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഈ മനസ്സിൽ കിടന്ന് നടക്കുന്ന ഈ ചിന്ത, ആ ചിന്ത നിങ്ങളിൽ നിന്ന് ഒഴിവാകണം. അത് ഒഴിവാകണമെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരിക തന്നെ വേണം. അതിനാണ് പല കാര്യങ്ങളും ചെയ്തു നോക്കൂ. ഇപ്പോൾ ആളുകൾ ഈ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് പലവിധ രീതിയിലും, പക്ഷെ ഒന്നും നടക്കാതെ വരും. പലതും അടുത്ത് വരും, വീണ്ടും അകന്നു പോവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ മനസ്സിന് അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വരും. ഇവർ തുടക്കത്തിൽ വളരെ സ്നേഹത്തോടു കൂടിയായിരിക്കും പെരുമാറുക, വളരെ ആത്മാർത്ഥതയോടുകൂടി. ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ പറഞ്ഞതും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോവില്ല. അപ്പം നമ്മൾ കരുതുന്ന ആ ഒരു സ്നേഹം ആത്മാർത്ഥമാണെന്ന്, പിന്നീട് അതില്ലാതെ വരുമ്പോഴാണ് മനസ്സിന് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. എന്നിട്ട് അത് മനസ്സിലാക്കി കൃത്യമായിട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.